അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഞങ്ങളിന്ന് ത്വായിഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ബുറാക്ക് സംഘം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ത്വായിഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ത്വായിഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നമ്മുടെ ബുറാക്കിൻ്റെ സംഘം ഇന്ന് ത്വായിഫിലേക്ക് പോവുകയാണ്. അതിന് ബസ് കയറാൻ വേണ്ടി പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഉണ്ട്, ഒരാളും കുറവില്ല കേട്ടോ. എല്ലാവരും ഉണ്ട്. അൽഹംദുലില്ലാഹ്. ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പോരാൻ കഴിയണം. അതിനുവേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യട്ടോ. ബസ്സിലേക്ക് കയറാണ് കേട്ടോ. ബസ്സിലേക്ക് കയറാണ്. അതെ അതെ ഞാൻ വിളിച്ചു. നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന്, നമ്മളുമായി ബന്ധമുള്ള മുഅ്മിനീങ്ങളായിട്ട് നമ്മുടെ റയ്യാൻ ഉംറ ഗ്രൂപ്പിലും റയ്യാൻ സ്വലാത്ത് ഗ്രൂപ്പിലും അതുപോലെ എൻ്റെ കൂടെ മുൻകാലങ്ങളിൽ ഉംറക്ക് പോകുന്നവരും ഇനി വരാനിരിക്കുന്നവരും ഇപ്രാവശ്യം വന്ന നിങ്ങളും നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയവർ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ഹളറത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله. ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 6 ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സംസാരം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് ചെന്നിട്ട് അവരോട് അവരോട് ആദ്യം ചോദിച്ചു, ഞാനും നിങ്ങളെ കൂടെ ഒന്ന് സംസാരിക്കാനിരിക്കട്ടെ എന്ന്. അവർ സമ്മതം കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൂടെ സംസാരിക്കാൻ. അപ്പോൾ മദീനയിൽ നിന്ന് വന്ന അൻസാറുകളിൽപ്പെട്ട 6 ആളുകളാണ്. അപ്പോൾ അവരോട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ വിഷയങ്ങളൊക്കെ, ദീനുൽ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവരിവിടെ വെച്ചിട്ട് നബി തങ്ങളോട് ബൈഅത്ത് ചെയ്ത് ഇസ്ലാം മതം സ്വീകരിച്ച് പിറ്റേത്തെ വർഷവും തന്നെ അതേപോലെ അതിലേറെ ആളുകൾ അങ്ങനെ ഒരു 19ഓളം ആളുകൾ ഒരു 2-3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ മദീനക്കാരായിട്ട് ഹിജ്റയുടെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് മുസ്ലിമായി. അങ്ങനെ ബൈഅത്ത് ചെയ്ത് മുസ്ലിമായ സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി വന്നു. ആ പള്ളിക്ക് പറയുന്ന പേരാണ് മസ്ജിദുൽ ബൈഅ എന്ന് പറയും. മസ്ജിദുൽ ബൈഅ എന്ന് പറയും. ആ പള്ളിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. വലതുഭാഗം കൊള്ള നോക്കണം. വലതുഭാഗം കൊള്ള വെള്ള പെയിന്റ് അടിച്ചിട്ട് ഒരു ആർച്ച് കാണാൻ കഴിയും. എല്ലാവരും നോക്കണ്ടോ? കാണുന്നില്ലേ? എവിടെ കാണുന്ന? ബസ് മറവല്ലേ? ഇനി നോക്കിക്കോളൂ കേട്ടോ. ഇനി നോക്കിക്കോളേയും. ഒരു വലതുഭാഗം കൊള്ള വണ്ടി നിർത്തുമൊന്നുമില്ല കേട്ടോ. എല്ലാവരും കണ്ടു പറയും. ഇതാ ഇവിടെ തന്നെ ഒരു വെള്ള പെയിന്റ് അടിച്ചിട്ട് പിന്നെ ഒരു 2 ആർച്ചുകൾ കാണുന്നുണ്ട്. മേലക്കല്ല, താഴെ കണ്ടോ എല്ലാവരും? ഇതാണ് മസ്ജിദുൽ ബൈഅ കേട്ടോ. ഇതാണ് മസ്ജിദുൽ ബൈഅ. എല്ലാവരും കണ്ടിക്കണോ? ഇവിടെ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ആദ്യം 6 ആളുകൾ, പിന്നെ അതിലേറെ ആളുകൾ ബൈഅത്ത് ചെയ്ത് മദീനക്കാരായ ആളുകൾ മുസ്ലിമായത്. എല്ലാവരും കണ്ടില്ലേ? ഈ പള്ളിക്ക് പറയുന്ന പേരാണെന്ത്? മസ്ജിദുൽ ബൈഅ എന്ന് പറയും. ബൈഅത്ത് ചെയ്ത പള്ളി ആയതുകൊണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ആ അൻസ്വാറുകളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി വലതുഭാഗം കൊള്ളം നോക്കണം. നമ്മൾ ഇന്നലെ മിനായിലൂടെ വരുന്ന സമയത്ത് ജംറകളെ കാണിച്ചു തന്നിരുന്നു അല്ലേ? ആ ജംറയുടെ അടുത്ത് കൂടിയാണ് പോകുന്നത്. ഇറങ്ങാൻ കഴിയൂല. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ, അങ്ങനെ ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. വലതുഭാഗം കൊള്ളം നോക്കണ്ടോ? നിങ്ങൾ വർത്താനം പറയണോ? നോക്കിക്കോളൂ, വലതു ഭാഗത്ത് നോക്കിക്കോളേട്ടോ. ഇൻഷാ അല്ലാഹ് അതിന്റെ ഏകദേശം അടുത്തിലൂടെ നമ്മൾ വണ്ടി പോകും. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഇരുട്ടായിരിക്കും കാണുക. 3 ജംറകളുണ്ട്. ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ.
ഈ 3 ജംറകളെ കൊള്ളയാണ് മിനായിൽ ഹജ്ജിന്റെ വേളയിൽ കല്ലെറിയുന്നത്. അതിന്റെ അടുത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട, വലതു ഭാഗം തന്നെ നോക്കണം. അല്ലാഹു തആല നമുക്ക് ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് അങ്ങനെ കല്ലെറിയാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അത് നമ്മൾ നല്ലോണം ദ്വാനക്കാട്ടിലപ്പുറം വലുതൊന്നുമില്ലല്ലോ. ശ്രദ്ധിച്ചോട്ടെ, വലതു ഭാഗം ശ്രദ്ധിച്ചോളേയും. നമ്മളെ ബസ് ഒരല്പം ഒന്ന് കേട്ട് സ്ലോ ചെയ്യും. അപ്പൊ എല്ലാവരും നല്ലോണം നോക്കണം. പോയിക്കോട്ടല്ലേ, അന്ന് അടുത്തിനടിച്ച ഇവിടെ ആദ്യം കാണുന്ന ജംറത്തുൽ അഖബ. വലതു ഭാഗം നോക്കിട്ടോ. ശരിക്കും എറിയുന്ന ആ തൂമ്പ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയില്ല, ഇരുട്ടായിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ജംറത്തുൽ ഉസ്ത, വലിയ ജംറ. എല്ലാവരും നോക്കണം, കണ്ടില്ലേ? അതിന്റെ താഴ്ഭാഗത്താണ് ഈ ഇരുട്ട് കാണുന്നത്. ഇപ്പൊ നമ്മള് ബസ് നിൽക്കുന്നത് കറക്റ്റ് അതിന് കണക്കാണ്. ഒരു ഇരുട്ട് കണ്ടോ? അവിടേക്കാണ് കല്ലെറിയല്. അതിന്റെ മുകൾ ഭാഗം മുതൽ താഴ്ഭാഗം വരെ അതിന് എറിയാൻ പറ്റുന്ന ഒരു ചുമരാണ്. തൂബ എന്ന് പറഞ്ഞാൽ ഒരു ചുമരാണ്. ഒരു കറുപ്പ് കണ്ടില്ല നിങ്ങള്? ഒന്നായിട്ട് ഇരുട്ട് മൂടിയിട്ട് അതാണ്. അപ്പൊ ജംറകളൊക്കെയുള്ള കല്ലെറിയുന്ന മിനയിലൂടെയാണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത്. പിന്നെ ഹറമിലെ ഷഹീദായ 136 ശുഹദാക്കൾ എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ നോക്കണുണ്ടോ? കണ്ടങ്ങൾ പള്ളിയുണ്ടോ? അതിനോട് തൊട്ട് ജാരത്താണ് ശുഹദാക്കൾ ഉള്ളത്. അവരുടെ ഹളറത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ സയ്യിദായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്തിന്റെയും ഇതുവരെ ചൊല്ലിയതിന്റെ ഒക്കെ ബറക്കത്ത് അല്ലാഹുവേ ഹറം ശുഹദാക്കളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവരുടെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ യാത്ര നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചോദിക്കുന്നതിന് മുഴുവനും ഉത്തരം നൽകണേ അല്ലാഹ്. അവരുടെ ബറക്കത്തോട് അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അവരുടെ ബറക്കത്തോട് സദുദ്ദേശങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. അവരുടെ ബറക്കത്തോട് സാധുക്കളായ ഞങ്ങളുടെ ദോഷങ്ങളെ നീ പുറത്തു തരണേ അല്ലാഹ്. അവരുടെ ബറക്കത്തോട് ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണേ അല്ലാഹ്. അവരുടെ ബറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെയും പറയപ്പെട്ട എല്ലാവരുടെയും സർവ്വരോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. പാവപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുടെ ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലികളിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ചാരത്തിനിയും ഞങ്ങൾക്ക് ഒരുപാട് തവണ യാത്ര ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും എന്റെ കൂടെ മുൻകാലങ്ങളിൽ ഉംറക്ക് വന്നവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും പരിശുദ്ധമാക്കപ്പെട്ട ഹറമിലൂടെ യാത്ര ചെയ്ത്, അതുപോലെ ശുഹദാക്കളുടെ ചാരത്തിലൂടെ യാത്ര ചെയ്ത് നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി മനമുരുക്കി പ്രാർത്ഥിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സൂര്യം മറ്റുള്ള ദീനമടങ്കലോ ബദിരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് ഖുസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. എന്നത് ഇവിടെ വെച്ചിട്ടാണ് ഹുനൈൻ യുദ്ധം നടന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഹുനൈൻ ശുഹദാക്കളുടെ മഖ്ബറ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് അവരുടെ പേരിൽ നമുക്ക് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് യാത്ര തുടരും. അതിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ത്വായിഫുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ യാത്ര ഒക്കെ കബൂലാക്കുമാറാവട്ടെ. ചെറുപ്രായത്തിൽ കുഞ്ഞിളം നാളിൽ നമ്മളിങ്ങനെ ഓരോന്ന് കേട്ട് ബദർ യുദ്ധം, ഹുനൈൻ യുദ്ധം, ഉഹദ് യുദ്ധം, ഖന്തഖ് യുദ്ധം, ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നമ്മള് ചെറിയ കുഞ്ഞിളം നാളിൽ മദ്രസ പാഠപുസ്തകത്തിൽ നിന്ന് കേട്ട്, അന്നൊന്നും ഞമ്മക്ക് അറിയില്ലായിരുന്നു ആ ഒരു നാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് വരൂലേന്നൊന്നും. ഇപ്പൊ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്
إلا الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله أنت منجينا أبدا بشفاعتك الصفا من لنا مثلك يا سيدي خير النبي صلوا സത്യമാണെങ്കിൽ ആദ്യം ഓടിച്ചല്ലേ നമ്മൾ വിളിക്കുന്നത് ആങ്ങളാരത്തേക്ക്, അതായത് കുട്ടികളാണെങ്കിൽ അമ്മമാരുണ്ട്. ഞങ്ങൾ ചെന്ന്, പക്ഷേ വേണ്ട രൂപത്തിൽ പരിഗണന എവിടുന്ന് കിട്ടിയില്ല, ത്വായിഫിൽ നിന്ന് കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും പരിശോധിച്ചു നോക്കുമ്പോ അത് വലിയ സങ്കടകരമായ ഓരോരോ അവസ്ഥകളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്തിനാണ് പറയണം, ചെറിയ രൂപത്തിലൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പേരുന്ന ഹാഷിം എന്നവര് കച്ചവട സംഘത്തിന്റെ വലിയ നേതാവായിരുന്നു. ആദ്യ കാലഘട്ടത്തിലൊക്കെ മക്കത്ത് ഏതെങ്കിലും ഒരു വീട്ടില് വിളക്ക് കത്തിക്കുകയാണെങ്കിൽ, വിളക്കില്ലേ അത് കത്തിക്കുകയാണെങ്കിൽ അപ്പൊ ഉറപ്പാണ് ഒന്നുകിൽ അവിടെ നല്ല ലക്ഷണങ്ങളൊക്കെ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ കൊട്ടടക്ക നല്ല പൈങ്ങടക്ക എന്താണ് അർത്ഥം? 12 വയസ്സായ കാക്കാനെ വിളിച്ചിട്ട് പറയണേ നിങ്ങൾ തിന്നണ്ട, ഈ കൊട്ടടക്കങ്ങൾ തിന്നണ്ട. എന്താ കാരണം? നിങ്ങളെ തൊള്ളിൽ ഒറ്റ പല്ലില്ല. പല്ലില്ലാത്ത ആളുകൾ കൊട്ടടക്കാൻ നമ്മൾ. എനിക്കിപ്പോ നല്ല ആപ്പിൾ കിട്ടി, മുന്നത്തെ പല്ലോട് കടിക്കാനൊരു പേടി, കാരണം മുന്നത്തെ പല്ല് കവറിട്ടിക്കണം, അപ്പൊ പോയിട്ടൊന്നൊരു പേടി. നിങ്ങളെ തൊള്ളിൽ ഒറ്റ പല്ലിലാണ് കൊട്ടടക്കുന്നുണ്ട. നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, നല്ല പൈങ്ങടക്ക പൈങ്ങടക്കല്ലേ, പൈങ്ങടക്ക നിങ്ങൾക്ക് ഏറ്റവും നല്ല അതാണ് പൈങ്ങടക്ക. അത് തമ്മിലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾ കൊട്ടടക്കം കിട്ടുന്നുണ്ട. അതെന്ത് കാരണം? അതിനൊരു സംശയമല്ല. പല്ലില്ലാത്തവർക്കൊക്കെ ഏറ്റവും നല്ലത് അതൊക്കെ സംഗതിയില്ലേ, പല്ലില്ലേ, അത് നോടി കൊട്ടടക്കം നോടിട്ടോ, അടവെത്തിക്കണം, അവിടെ കൊഴിഞ്ഞു വരാൻ ശ്രദ്ധിക്കണം. അപ്പോ പല്ലില്ലാത്ത ആൾക്ക് ഏറ്റവും നല്ല ഇങ്ങനെ ഒരു തവണ ഉമർക്കാട് തങ്ങൾ ഇങ്ങനെ ചെല്ലുക, ചാവക്കാട് പള്ളിയിൽ ഇങ്ങനെ പള്ളി മൈതാനിലൂടെ ഇങ്ങനെ ചെല്ലുക. അപ്പണ്ട് കബറ് ഒഴിക്കണ കാണുന്നത്, കബറ് ഒഴിക്കാണ്ട്. അപ്പോ എന്താ ആർക്കാ കബറ് ഒഴിക്കണ വെച്ച്? അപ്പൊ ഗുലാനിബിന് ഫുലാൻ മരിച്ചിട്ടുണ്ട്, പാമ്പ് അടിച്ച് മരിച്ചിട്ടുണ്ട്. ആ ആൾക്ക് വേണ്ടി കബറ് ഒഴിക്കാണ്. ഉമർക്കാട് പറഞ്ഞു, ആള് മരിച്ചിട്ടില്ല. അപ്പൊ കബറ് ഒഴിക്കണത് പറഞ്ഞു, അല്ല കാതിയരെ ആള് മരിച്ച വിവരം കിട്ടിയിട്ടാണ് നിങ്ങൾ കബറ് വയ്ക്കണത്. ഞാനല്ലേ പറഞ്ഞു മരിച്ചിട്ടില്ല. അത് പറയാനുള്ള അധികാരം അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. അള്ളാഹ്